ഹായ് ഗൈസ്, എൻ്റെ പേര് നിതിൻ ചക്രവർത്തി. ഞാൻ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിലെ എഡ്യൂക്കേറ്ററാണ്. തിരുവനന്തപുരം സെൻട്രലാണ് ഞാൻ. അപ്പോൾ പ്രിലിംസിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നു, നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ പഠിക്കാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല, ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ എന്ത് മിനിമം ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എക്സാമിന് സ്റ്റാറ്റിക് സബ്ജക്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെയാണ് കറണ്ട് അഫയേഴ്സും. സ്റ്റാറ്റിക് സബ്ജക്റ്റിൽ സ്ഥിരം വരുന്ന ചോദ്യങ്ങൾ കിട്ടുന്നത് എല്ലാ വർഷങ്ങളിലും ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അത് ഞാൻ പറയാം. നിങ്ങൾ മിനിമം അതെങ്കിലും ഫോക്കസ് ചെയ്ത് പഠിച്ചു പോവുക. ഒന്നാമതായി പോളിറ്റിയിലാണെങ്കിൽ പാർലമെൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. 2-3 ചോദ്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, DPSP തുടങ്ങിയ ആ ചാപ്റ്റേഴ്സ്. ആദ്യത്തെ കുറേ ചാപ്റ്റേഴ്സില്ലേ ലക്ഷ്മികാന്തിൽ, അത് മിസ്സാക്കരുത്. കാര്യം എന്താ, എല്ലാ വർഷവും ആ മെറ്റീരിയലിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മിസ്സാക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നന്നായിരിക്കും, ഫിലോസഫിക്കൽ ക്വസ്റ്റൻസ് ഒക്കെ കിട്ടും. പക്ഷേ എന്നാലും സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെങ്കിലും മിനിമം ചെയ്യുക. രണ്ടാമത് പറയാൻ പോകുന്നത് ഹിസ്റ്ററിയെ പറ്റിയാണ്. 3 ഉണ്ട്, അറിയാമല്ലോ. മോഡേൺ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, ഏൻഷ്യൻ ഇന്ത്യ. കഴിഞ്ഞ കാലങ്ങൾ നോക്കുകയാണെങ്കിൽ മെഡീവൽ ഇന്ത്യയിൽ നിന്നുള്ള ട്രെൻഡ് കുറച്ച് കൂടുന്നുണ്ട്. അതായത് ക്വസ്റ്റൻസിൻ്റെ എണ്ണം കുറച്ച് കൂടുന്നുണ്ട്. ഫോക്കസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് എന്ത് റെഫർ ചെയ്യണമെന്ന് പറയാം. NCERT നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ NCERT കൂടാതെ നമ്മുടെ ഹിസ്റ്ററി ഓപ്ഷനിൽ പഠിക്കുന്ന ഒരു ബുക്കുണ്ടല്ലോ, ആ ഉപേന്ദ്ര സിംഗ് ആണെന്ന് തോന്നുന്നു. ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 40 പേജ്, അതായത് പേജ് നമ്പർ 72 to 116 വിട്ടുപോകരുത്. കഴിഞ്ഞ 3 വർഷവും അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. കട്ട് കോപ്പി പേസ്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ബുദ്ധിസം, ജൈനിസം എക്സെട്ര. മിസ്സാക്കരുത്. 2 മെഡീവൽ ഇന്ത്യ ഇത്തവണ PS1 ഒക്കെ ഹിറ്റായി നിൽക്കുന്നുണ്ടും, അതായത് പൊന്നിയിൻ സെൽവൻ, ചോള എംപയർ ഒക്കെ വാർത്തയിലുള്ളതുകൊണ്ടും ഫോക്കസ് ചെയ്യുക. ചോള എംപയർ, വിജയനഗര എംപയർ, ആദിൽ ഷാ ഡൈനസ്റ്റി പൊട്ടൻഷ്യൽ ഏരിയാസ് ആണ്, മിസ്സാക്കരുത്. ഇനി മോഡേണിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എവർഗ്രീൻ ടോപ്പിക്കാണ് ഗാന്ധിസം, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി. ഒരിക്കലും മിസ്സാക്കരുത്, പഠിച്ചു തന്നെ പോവുക. ക്രോണോളജി അറിഞ്ഞിരിക്കുക, ഇവൻറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക, ഇവൻറ്റിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മിനിമം നിങ്ങൾ റെഫർ ചെയ്ത് പോവുക, സ്പെക്ട്രത്തിൽ നിന്ന് പഠിച്ചു പോവുക, മിസ്സാക്കരുത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിന് നിങ്ങൾക്ക് പുതുതായിട്ട് സബ്ജക്റ്റുകൾ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ ടോപ്പിക്സ് പഠിക്കാനോ സമയം കിട്ടണമെന്നില്ല. കറണ്ട് അഫയേഴ്സ് വായിച്ചിരിക്കുക. കൂടാതെ പ്രീവിയസ് ഇയർ UPSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഏരിയാസും പഠിച്ചിരിക്കുക. കാര്യം എല്ലാ വർഷവും സിമിലർ കൺസെപ്റ്റ്സ് തന്നെയാണ് വരുന്നത്. ഒരു വർഷം ചോദിക്കുന്ന ചോദ്യത്തിലെ ഓപ്ഷൻസിൽ നിന്ന് പോലും മൾട്ടിപ്പിൾ ടൈംസ് പലവട്ടം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട്, അതായത് കട്ട് കോപ്പി പേസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ മണി മൾട്ടിപ്ലയർ പോലുള്ള കൺസെപ്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്. മിസ്സാക്കരുത്, അതും പഠിക്കുക. പിന്നെ അടുത്ത സബ്ജക്റ്റ് സയൻസ് ആൻഡ് ടെക്കും എൻവയോൺമെൻറ്റുമാണ്. സയൻസ് ആൻഡ് ടെക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ 2 സബ്ജക്റ്റിനും കൂടെ കൂട്ടിയിട്ട് 44 ചോദ്യമാണ് 2022 പ്രിലിംസിന് ചോദിച്ചത്. ഇത്തവണ നമുക്ക് അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസ് ആൻഡ് ടെക്കിൽ ഇത്തവണ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഡിഫൻസ് ടെക്നോളജിയൊക്കെ ഒരു 2019 വരെ പോപ്പുലർ ആയിരുന്നു. അതിനുശേഷം അധികം ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ട്രെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തവണ ഫോക്കസ് ചെയ്യേണ്ടത് ബയോടെക്നോളജി. പോസ്റ്റ് കോവിഡിന് ശേഷം ബയോടെക്നോളജി എന്ന് ചോദ്യങ്ങൾ വരുന്നു. അതായത് DNA, RNA, ബേസിക് ആയിട്ടുള്ള സുവോളജി കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് ഇല്ല. അതായത് ഈ പറയുന്ന എന്താണ് ബ്ലൂ ഗ്രീൻ ആൽഗയെ പറ്റി, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ, കോപ്പി പോട്ട്സ് ഒക്കെ, ഡയാറ്റംസ്, കോപ്പി പോട്ട്സ്, ഫംഗസ്, ഇതൊക്കെ ചോദ്യത്തിലുണ്ട്. അപ്പോൾ പഠിച്ചിരിക്കുക. വൈറസ്, mRNA, ഈ ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ പറ്റി, ക്രിസ്പർ കാസ്9 ടെക്നോളജി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതൊന്നുമല്ല ഇത്തവണ നമ്മുടെ സ്പേസ് ടെക്നോളജിയാണ്. കാര്യം എന്താ, ഇത്തവണ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് നോബൽ അവാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് പോലുള്ള ഫിനോമിനൻസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പാർട്ടിക്കൽ സയൻസിലുള്ള സംഗതികൾ, അതായത് CERN നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ലാർജ് ഹഡ്രോൺ കൊളൈഡർ, അവിടുത്തെ പുതിയ പാർട്ടിക്കിൾസിനെ പറ്റിയുള്ള സ്റ്റഡി വന്നിട്ടുണ്ട്. വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പാർട്ടിക്കൽ സയൻസ്, ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി, മ്യൂോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ, ഹിഗ്സ് ബോസോൺ എന്നുള്ള കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കരുത്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്പേസ്, ചന്ദ്രയാൻ 2 ഒക്കെ വരാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രിഡോമിനൻ്റ്ലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. അതും എങ്ങനെ ഫോക്കസ് ചെയ്യണം, മന്ത്ലി ബേസിസിലുള്ള കമ്പൈലേഷനിൽ നിന്ന് തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാൻ നോക്കുക. PT 365 മാത്രം പോകാതെ മന്ത് ബേസ്, കഴിഞ്ഞ ജാനുവരി മുതൽ ഈ കഴിഞ്ഞ മാസം വരെയുള്ള കമ്പൈലേഷനിലുള്ള കറണ്ട് അഫയേഴ്സ് വിത്ത് റെസ്പെക്ട് ടു സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് പഠിച്ചിരിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ചധികം പറയാനുണ്ട്, എന്നാലും തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ. എൻവയോൺമെൻറ്റിനെ പറ്റി പറയാം. നിങ്ങൾക്കറിയാം, എല്ലാ വട്ടവും എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരു 20ഓളം ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. മിസ്സാക്കരുത്. ബേസിക് കൺസെപ്റ്റുകളെല്ലാം അറിഞ്ഞിരിക്കുക. കൂടാതെ ബയോളജി NCERTയുടെ ലാസ്റ്റ് 4 ചാപ്റ്റർ, 12th സ്റ്റാൻഡേർഡ് ബയോളജി NCERTയുടെ ലാസ്റ്റ് 4 ചാപ്റ്റർ വായിച്ചിരിക്കുക. കൂടാതെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അതും കൂടി വായിച്ചിരിക്കുക. ബയോടെക്നോളജിയുടെ ഒരു ചാപ്റ്റർ ഉണ്ട്, അതും കൂടി വായിച്ചിരിക്കുക. കൂടാതെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ റെഫർ ചെയ്യുക, ശങ്കേഴ്സോ PMFISO ഏതെങ്കിലും റെഫർ ചെയ്തിട്ട് അതിൽ നമ്മുടെ എർത്ത് സമ്മിറ്റ് മുതൽ 1992 റയോ എർത്ത് സമ്മിറ്റ് മുതൽ ടൈഗർ കൺസർവേഷൻ, അല്ലെങ്കിൽ ടൈഗറിൻ്റെ പ്രോഗ്രാം ഉണ്ട് നമ്മുടെ പ്രോജക്റ്റ് ടൈഗർ, അതുപോലെ പ്രോജക്റ്റ് എലിഫൻറ്റ്, ഈ 2 പ്രോജക്റ്റുകളും ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കുക. മാത്രമല്ല 1972 വന്നിട്ടുള്ള നമ്മുടെ ആ മേജർ ഇവൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൻ്റെ ഇവൻ്റാണ് 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്നത്. അതിൻ്റെ വാർഷികമാണ്, 50ാം വാർഷികമാണ്. അപ്പോൾ അതും ചോദ്യങ്ങളിൽ വരാം, മിസ്സാക്കരുത്. വെറ്റ്ലാൻഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മിഷ്ടി സ്കീമുകളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ കൺസെപ്റ്റും പഠിക്കുക, കറണ്ട് അഫയേഴ്സും പഠിക്കുക. കൂടുതലും കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഞാൻ നേരത്തെ സയൻസ് ടെക്കിന് പറഞ്ഞ പോലെ തന്നെ ജാനുവരി മുതൽ ഈ മാസം വരെ ഉള്ളത്
മന്ത്ലി ബേസിസിൽ തന്നെ പഠിക്കാം. ഇതാണ് മിനിമം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അധികം ജോഗ്രഫി ഇമ്പോർട്ടൻ്റ് ആണ്. മാപ്പിംഗ് തന്നെ ഫോക്കസ് ചെയ്യുക. ഫിസിക്കൽ ജോഗ്രഫി എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ റിവർ സിസ്റ്റംസ്, ട്രിബ്യൂട്ടറീസ് ഒക്കെ പഠിക്കുക. ഇപ്പോൾ 1 പെയർ ഓൺലി, 2 പെയർ ഓൺലി, 3 പെയർ ഓൺലി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിലവൻറ്റ് ഫാക്റ്റ് അറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് മാപ്പ് സ്റ്റഡി നന്നായിട്ട് നോക്കി പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എർത്ത്ക്വേക്ക് വാർത്തയിലുള്ളതുകൊണ്ട്, സിറിയ എർത്ത്ക്വേക്ക് ഒക്കെ നടന്നുകൊണ്ട് എർത്ത്ക്വേക്ക് അതിൻ്റെ സബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ഏരിയാസൊക്കെ നന്നായിട്ട് പഠിക്കുക. NCERT തന്നെ ഫോക്കസ് ചെയ്യുക. +1 +2 NCERT നന്നായിട്ട് പഠിക്കുക. ഫിസിക്കൽ ജോഗ്രഫി പഠിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് അധികം കണ്ടന്റ് ഉണ്ട്. എന്നാലും ഇത്രയും നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും. മോർ ഇമ്പോർട്ടൻറ്റ് കോൺഫിഡൻസ്. ഇതൊക്കെ എന്ത് പഠിച്ചാലും എക്സാമിനേഷന് പോയിട്ട് കോൺഫിഡൻസ് ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നല്ല കോൺഫിഡൻസോടുകൂടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ ഇരുന്നാണ് ക്രാക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് പഠിച്ചിട്ട് പോയാലും പഠിച്ചിട്ട് പോയില്ലെങ്കിലും കോൺഫിഡൻസിന് ഒരു കുറവും വരാണ്ട് കാത്തു സൂക്ഷിച്ച് പോയി എഴുതുക. ഓൾ ദി ബെസ്റ്റ്.